ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെയാണ്. അപ്പോൾ ആദ്യം വിചാരിച്ചു നമുക്ക് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാമെന്ന്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചോറും ഒരു ഓലനാണ്. പക്ഷെ അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് ഓലനായോ എന്ന് എനിക്കറിയില്ല. അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഒരു മത്തനും പയറും കൂടെയുള്ള ഒരു ഓലനുണ്ട്. പക്ഷെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ആ ഒരു ടേസ്റ്റ് അമ്മൂമ്മയ്ക്ക് മാത്രം തോന്നുന്നു പറ്റുള്ളൂ. പക്ഷേ ഇത് എൻ്റെ വക ഒരു കൈൻഡ് ഓഫ് അമ്മൂമ്മയുടെ ഒരു വേറെ വേർഷനായിരിക്കും തോന്നുന്നു. അപ്പോൾ അതായിരുന്നു ഉച്ചഭക്ഷണം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ കരിമീൻ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടല്ലോ. കരിമീൻ പൊള്ളിച്ചതും പാൽക്കപ്പയാണ്. അപ്പോൾ പാലക്കാട് അങ്ങനെ ഞാൻ കേട്ട് പരിചയമില്ല. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ഞാൻ വിചാരിച്ചു എന്തോ സ്പെഷ്യലായിട്ട് കുറേ പ്രൊസീജിയർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഈസി തന്നെയാണ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഞാനിതൊന്നും ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഇനിയുള്ള വീഡിയോ എടുക്കലൊക്കെ അജുവിൻ്റെയാണ്. കുറേ തിരിക്കലും മറക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം കാണാൻ. സിദ്ധുവിൻ്റെ ക്ലീനിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ആ കുക്കിങ്ങിൻ്റെ കുറച്ച് ഭാഗം കണ്ടിട്ട് വരാം. അപ്പോൾ മസാല എല്ലാം റെഡിയാക്കി ഇനി ആ മീൻ അതിനകത്തിട്ട്, അതുപോലെ വാഴയില പൊള്ളിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ വാഴയിലയാണല്ലോ, മസ്റ്റാണല്ലോ. ഇവിടെ വാഴയിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഫ്രോസൺ വാഴയിലയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ച് ഞങ്ങൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഫീൽ ചെയ്തോന്നും എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിക്കുന്ന ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എത്തുന്നത്. നമ്മൾ നാട്ടിലെ പോലെ എപ്പോഴും നല്ല നല്ല ഫുഡുകൾ, മീൻസ് ഇത്രയും ടൈം എടുത്ത് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. അപ്പം ഞങ്ങൾ പരസ്പരം എല്ലാവരും കാണുന്നത് തന്നെ ഒരുമിച്ച് കാണുന്ന ദിവസങ്ങൾ വളരെ വിരളമാണ്. അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ തിരിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. കാരണം വരുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു. കാരണം എപ്പോഴെങ്കിലൊക്കെ ആണല്ലോ ഇങ്ങനെ മണക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ടൻ കാപ്പി ഇടാം. അതിൽ കുറച്ച്, ഞാൻ നേരത്തെ വീഡിയോയിലുണ്ട്, കുറേ മിൻറ്റ് ബാക്കിലുള്ളത് കൊണ്ട് മിൻറ്റ് വെച്ചിട്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൻറ്റിന് ഭയങ്കര സ്ട്രോങ് ടേസ്റ്റായിരുന്നു. അങ്ങനെ അതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ കുറവാണ്. ചിലർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമായിരിക്കും, ചിലർ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായിരിക്കും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് അന്നാണ്. പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിൽ. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഫുഡ് എടുക്കുന്നു, അവിടെ ടി വിയുടെ മുന്നിൽ പോയി ഇരിക്കണു, കഴിക്കണു, ഓരോരുത്തർ ഓരോ ഭാഗത്തിരിക്കുന്നു, അങ്ങനെയാണല്ലോ. അപ്പം ഇതുണ്ടാക്കിയ ദിവസം അങ്ങനെ തന്നെ ചെയ്യണം, മീൻസ് എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്ന് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ നല്ലൊരു നല്ലൊരു ദിവസമായിരുന്നു. അധികം പ്ലാൻ ചെയ്തുണ്ടാക്കില്ല. അപ്പപ്പം തോന്നിയ കാര്യങ്ങൾ അപ്പപ്പം ചെയ്ത് എല്ലാം സെറ്റാക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി അതിനുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ ഒന്നും നടക്കാറും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു പാൽക്കപ്പ കരിമീൻ പൊള്ളിച്ച ഒരു ഡേ ആയിരുന്നു. പിന്നെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഓരോ വായ കഴിക്കുമ്പോഴും, ഓരോ തവണ കഴിക്കുമ്പോഴും മനസ്സിലയ്യോ തീരല്ലേ എന്നായിരുന്നു. അങ്ങനെ കഴിക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കില്ലേ.
കാരണം അത്രയും ആസ്വദിച്ച് കഴിച്ചതായിരുന്നു ഞങ്ങൾ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സിദ്ധു അഭിനയിക്കുകയല്ല, സിദ്ധു സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് സൂപ്പറായിരുന്നു എന്ന്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഒരു ബിരിയാണി കഴിക്കുന്ന വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നെക്സ്റ്റ് ഡേ ഇവിടെ നമുക്കൊരു ഹോട്ടലിൽ നിന്ന് നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഭക്ഷണം ഉണ്ടാക്കും. കാരണം ഇവിടെ നോർത്ത് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ സൗത്ത് ഇന്ത്യൻ രീതിയിൽ ഭക്ഷണം കിട്ടണം എന്നില്ല, ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ടാവും. അപ്പം ഏതെങ്കിലും മന്ത്ലി ഒക്കെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് വേണ്ടി പെർട്ടിക്കുലർ ഫുഡ് അവരുണ്ടാക്കും. അപ്പോൾ നമ്മൾ മിക്കവാറും ചിലപ്പോൾ വാങ്ങിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ ആ ദിവസം നല്ല രസമായിരുന്നു. കാരണം ഇത് കഴിച്ച് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും അടുത്ത ചിക്കൻ ബിരിയാണി എത്തി. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ do like, share and subscribe, and thank you for watching. Bye, see you on the next video.